ഞാനിന്ന് പെരണ്ടയാണ് എടുക്കുന്നത്. ചമ്മന്തി അരയ്ക്കാനായിട്ട് ഇപ്പോൾ പോവുകയാണ്. അതിന് വേണ്ടി ഇതാ ഇപ്പോൾ എടുത്ത് ഇതാ ഇങ്ങനെ ഇത് സ്റ്റെമ്മായിട്ടിരിക്കും. ഇങ്ങനെ തളിര് ഭാഗം മാത്രമാണ് ഇതിന് നമ്മൾ എടുക്കുന്നത്. ഇത് ഒത്തിരി ആരോഗ്യ ഗുണകരം നന്നായിട്ട് ചെയ്യുന്നതാണ്. ഞാൻ അത് കാരണം ഇത് വെച്ചിട്ട് ഇന്നിപ്പോൾ ചമ്മന്തി അരയ്ക്കാനാണ് പോണത്. നിങ്ങളത് കാണുക. നല്ലെണ്ണയും ഒരുപാട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് നിങ്ങൾ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നമ്മളിങ്ങനെ വെച്ചിട്ട് ഇത് എങ്ങനെ ചെയ്യുന്നുള്ളത് ഞാൻ വഴിയെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് കാണുക, വാച്ച് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നിങ്ങളടുത്ത് ഈ പെരണ്ടയുടെ റെസിപ്പി ഒന്ന് കാണിക്കാൻ പോവുക. ഇത് നമ്മളുടെ അവിടെ പച്ചമരുന്ന് കടയിലൊക്കെ കിട്ടാറുണ്ട്. പക്ഷേ എല്ലാവർക്കും എങ്ങനെയാണ് ഇത് കുക്കിംഗ് ചെയ്യുക എന്നുള്ളത് അറിയില്ല. നമ്മളുടെ ആഹാരത്തിൽ ഇത് ആയുർവേദത്തിൻ്റെ വളരെ ഔഷധമുള്ളത് കൊണ്ട് ആ ഔഷധ ഗുണമായിട്ട് കണക്കെടുക്കുന്നുണ്ട്. നമ്മൾ ആയുർവേദ ഡോക്ടേഴ്സ് ഇത് ഒത്തിരി റെക്കമെൻഡ് ചെയ്യാറുള്ളതാണ്. നമ്മൾ പലപ്പോഴും ഇത് കാണുന്നതാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് നമ്മളുടെ നിത്യോപയോഗം ആയിട്ട് ഉപയോഗിക്കാൻ, ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ ഇലയൊക്കെ തന്നെ വളരെ സത്തുള്ളതാണ്. ഇതൊന്നും കളയണ്ട ഫ്രണ്ട്സ്. അപ്പം ഇതൊക്കെ വളരെ ഇങ്ങനെ നേരിയതായിട്ട് ഇരിക്കുന്നതുകൊണ്ട് ഒന്നും ഇതിൽ ചെയ്യാനില്ല. ഇത് ഇതേപോലെ തന്നെ എടുത്ത് ഉപയോഗിക്കാം നമുക്ക്. പിന്നെ ഞാൻ ഇതിനകത്ത് ചിലത് മാത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്താ ചെയ്യേണ്ടതെന്ന്. ഇതിൽ ചിലതിൽ മാത്രം ഇങ്ങനെ കട്ടിയുള്ളതിൽ എന്തെങ്കിലും ചിലപ്പോൾ ഇതിൽ നാരിത വേണ്ട ഇങ്ങനെ വല്ലതും വരുവാണെങ്കിൽ മാത്രം അതെടുത്ത് നമ്മളിങ്ങനെ കളയുക. അല്ല നിങ്ങളത് ഉപയോഗിക്കാൻ എടുക്കുന്നില്ലെങ്കിൽ ഓക്കെ, അല്ല എടുക്കുവാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി. അല്ലാതെ ഇതെല്ലാം നമുക്ക് ഇതേപോലെ തന്നെ അങ്ങ് ഉപയോഗിക്കാം. നമുക്ക് വേണ്ട വളരെ കിളിർന്നായിട്ട് ഇങ്ങനെ തന്നെ വരുന്നതാണ്. ആ നാരുണ്ടെങ്കിൽ മാത്രം നമ്മളത് കളഞ്ഞാൽ മതി. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഈ ഇലയും കളയരുത്, നമുക്കിത് ഉപയോഗത്തിൽ തന്നെ എടുക്കേണ്ടതാണ്. നമുക്കിത് ഞാൻ വൃത്തിയാക്കിയിട്ട് ഒന്ന് അരിഞ്ഞു കൊണ്ടുവരാം ഫ്രണ്ട്സ്. നമുക്ക് ബാക്കിയിലേക്ക് പോവാം. ഫ്രണ്ട്സ്, ഞാൻ എല്ലാം അരിഞ്ഞെടുത്തുകൊണ്ട് വന്നു. ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ നുറുക്കണമെന്ന് വെച്ചാൽ നല്ലെണ്ണ ഒഴിച്ചാണ് വറുക്കാൻ പോണത്. അത് നന്നായിട്ട് വാട്ടിയെടുക്കും നമ്മൾ. അത് കാരണം ഇത് നല്ലെണ്ണ ഒഴിച്ച് ആട്ടിക്കെടുക്കാറുണ്ട്. പിന്നെ 2 ചുമന്ന മുളക്, ഞാൻ അധികം മുളകൊന്നും വെച്ചിട്ടില്ല. 2 ചുമന്ന മുളക്, കുറച്ച് തേങ്ങ, ഉപ്പ്, പുളി, ഒരു 1/2 സ്പൂണും മല്ലി. ഇതിനൊരു മണം കിട്ടും. എൻ്റെ അച്ഛൻ്റെ അമ്മയൊക്കെ വയ്ക്കുമ്പോൾ ഇത്തിരി മല്ലി ഇടാറുണ്ട്. അതിൻ്റെ ടേസ്റ്റ് എനിക്ക് പണ്ട് കിട്ടിയിരുന്ന ഓർമ്മ ഉണ്ട്. അത് കാരണം ഞാൻ ഇത്തിരി മല്ലി വെക്കാറുണ്ട്. ഈ ശകലം തേങ്ങ, നമ്മളെ കേരളത്തിലുള്ളവർക്ക് തേങ്ങ അത്യാവശ്യമില്ലേ, ഒരു ശകലം തേങ്ങ ഇത് ഇത്ര ഇട്ടിട്ടാണ് നമ്മൾ അടുത്തത് വഴറ്റാൻ പോണത്. ഇത് നന്നായിട്ട് നല്ലെണ്ണയിൽ തന്നെ വഴറ്റണം, അല്ലാതെ വേറെ ഒന്നും ചെയ്യരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ ഇങ്ങനെ ആരോഗ്യപരമായിട്ട് ഇങ്ങനെ ആയുർവേദം സംബന്ധിച്ചിട്ടുള്ളതൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും നല്ലെണ്ണ ഉപയോഗിക്കാനാണ് പറയുന്നത് കേട്ടോ. ഞാനപ്പം മുളക്, മല്ലി, തേങ്ങ എല്ലാം ഇടുന്നുണ്ട്. കൂട്ടത്തിൽ നമ്മളെ ഇല്ലാതെ ഒന്ന് മൂത്ത് വരുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇതും കൂടെ ഒന്ന് ഇട്ടേക്കാം കേട്ടോ. എല്ലാം കൂടെ ഒന്ന് ഇട്ടിട്ട് നമുക്ക് പിന്നെ ആ ഉപ്പും പൊടിയും പിന്നെ അവസാനം കുട്ടിട്ട് അരച്ചാൽ മതി. വളരെ എളുപ്പമാണ് നമുക്ക് കാര്യങ്ങളൊക്കെ. നമുക്കിത് ഒരിക്കൽ ചെയ്ത് നോക്കണം എന്നുള്ളൊരിത് മാത്രമേ ഉള്ളൂ. വൺസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് നമ്മൾ ഏതെങ്കിലും കഞ്ഞിക്കോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ചോറിൻ്റെ ഒപ്പമോ അങ്ങനെ എന്ത് വേണമെങ്കിലായിട്ട് എടുക്കാം. ഇത് ഈ നല്ലെണ്ണയിൽ ഇങ്ങനെ വാട്ടിയെടുക്കുമ്പോഴാണ് ഇതിൻ്റെ സ്വാദും ഗുണവും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ചെയ്തേക്കാം. ഞാൻ ഇതിലേക്ക് പ്രസൻറ്റ് ചെയ്യാം. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ആയിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഫ്രഷായിട്ട് നമ്മുടെ മുറ്റത്ത് തന്നെ ഇതൊക്കെ ഇനി വെച്ച് പിടിപ്പിക്കാൻ നോക്കുക. ചെറുതായിട്ടൊരു ചെടിയിൽ ഒരു 3 സ്റ്റെമ്മ് ഉള്ളത് മാത്രം എടുത്താൽ മതി. താഴോട്ട് പോയി എടുക്കണ്ട, മുറ്റിയത് എടുക്കണ്ട. മേലിങ്ങനെ ക്ലിൻഡായിട്ടിരിക്കണമെന്ന് ശകലെടുത്ത് ഒരു ദിവസം ചമ്മന്തി അരയ്ക്കുക, എന്നിട്ട് അതങ്ങ് വിട്ടേക്കുക. പിന്നെ 1 മാസം കഴിഞ്ഞിട്ട് പിന്നെ അതിനെടുത്ത് ചമ്മന്തി അരയ്ക്കുക. അങ്ങനെ നമ്മൾ ഡേ ടു ഡേയിൽ വല്ലപ്പോഴും കൂടി ഇതൊക്കെ ഒന്ന് ഉൾപ്പെടുത്തിയാൽ മതി. ഇത് നന്നായിട്ടൊന്ന് വാടിക്കട്ടെ ഫ്രണ്ട്സ്. നമുക്ക് ബാക്കി കൂടെ കാണിച്ചേക്കാം. ഫ്രണ്ട്സ്, ചമ്മന്തി ഞാൻ എല്ലാം മുഴുവനായിട്ട് ഇട്ട് തന്നെ അരച്ചു. അതായത് മല്ലിയും മുളകും എല്ലാം തന്നെ പൊടികളൊന്നും ഇട്ടിട്ടില്ല. അത് കാരണം അത് വറുത്ത് മൂപ്പിച്ചെടുത്തപ്പം നല്ല മണം ആ നല്ലെണ്ണയിൽ മൂപ്പിച്ചെടുത്തതുകൊണ്ട് അതുകൊണ്ട് ഇത്തിരി തരിതരിപ്പോടുകൂടി ഇതിനെ വെള്ളം ഒഴിക്കാതാണ് ഞാൻ അരച്ചിരിക്കുന്നത്. എന്നുവെച്ചാൽ നമുക്ക് കേടുകൂടാതിരിക്കണമെങ്കിൽ ഇങ്ങനെ വെള്ളം ഒഴിക്കാതെ അരച്ചാൽ നന്നായിരിക്കും. ഏതായാലും എനിക്കിത് വളരെ ഇഷ്ടമുള്ളൊരു സാധനമാണ്. നിങ്ങളിതൊക്കെ ഒരു നിസ്സാരമായിട്ട് നമ്മളിങ്ങനെ തള്ളിക്കളയണ്ട. ദേഹത്തിന് വളരെ നല്ലതും. പിന്നെ നമ്മൾ പച്ചക്കറികളൊക്കെ പുറത്ത് പല വിലകളും കൊടുത്ത് എങ്ങനെയാണോ അതിൻ്റെ ക്വാളിറ്റി എന്ന് അറിയാതെ
കഴിക്കണേനേക്കാളും ഇങ്ങനത്തെ ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ആരോഗ്യത്തിനുള്ളത് കിട്ടുമായിരിക്കും ഫ്രണ്ട്സ്. അത് കാരണം നിങ്ങൾ ഇതൊക്കെ ട്രൈ ചെയ്യണം. ഈ മനസ്സ് ഇങ്ങനെയൊക്കെ മാറ്റണം. ഇതൊക്കെ നല്ലതാണ് എന്ന് നമ്മൾ അംഗീകരിച്ച് ആദ്യം തുടങ്ങണം. നമ്മൾ ആയുർവേദത്തിൽ, കേരളത്തിലുള്ള ആയുർവേദം എന്നും ടോപ്പിലിരിക്കുന്നത്, അവിടെ ഉള്ളവർ ഒരുപാട് ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സാധനമാണ് പെരണ്ട. അത് കാരണം ഇത് നിങ്ങളെല്ലാവരും നിങ്ങളുടെ ലൈഫിൽ ഒരു ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്. ഇതുപോലെ ഇനിയും ഞാൻ ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ളതും ഇടുന്നുണ്ടാവും.